ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കുളമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ചൂണ്ട ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ചൂണ്ട ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന മീൻ ഏതൊക്കെ മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അവിടെ ഏറ്റവും കൂടുതലുള്ള സിലോപ്പി, കരിമീനുണ്ട്. അപ്പോൾ പിന്നെ അതുപോലത്തെ മീനുകളാണുള്ളത്. അപ്പോൾ കിട്ടുന്ന മീനുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്ന് തന്നെ ആയിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ മീൻ പിടിക്കുന്ന വിശേഷങ്ങളിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ കുളമെന്ന് പറയുന്നത് ഈ കാണുന്ന കോമ്പൗണ്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുളം കാണുന്നത്. നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിച്ചത്. നമുക്ക് ചൂണ്ട ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ കിട്ടിയ സിലോപ്പിയാണ്. ഫ്രണ്ട്സ്, നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ മീൻ പിടിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ മീൻ കിട്ടുമെന്നുള്ളതൊന്ന് വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾ മീൻ പിടിക്കാൻ നേരത്ത് ഇരയാണോ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ മൈദ മാവുകളാണോ ഉപയോഗിക്കുന്നത്, ഏത് തന്നെ ആയിരുന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക. എങ്കിൽ മാത്രമേ നമുക്കും അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മീൻ പിടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പിടിച്ച മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് കിട്ടിയ മീനെന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചതിലേയും കാട്ടിയും അധികം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല സൈസുള്ള മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ് കണ്ടോ, നല്ല സൈസുള്ള മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സൈസുള്ള മീനെന്ന് വെച്ചാൽ നല്ല സൈസുള്ള മീനാണ്. നല്ല എങ്ങനെ പോയാലും പൊരിക്കാൻ പറ്റുന്ന സൈസ് തന്നെയാണ്. ഒട്ടും തിരക്കേടില്ലാത്ത മീൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മീനൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്നത് കങ്കൂസ് വെച്ചിട്ടാണ് പിടിക്കുന്നത്. ചെറിയ കൊളുത്തുണ്ടല്ലോ, അത് വെച്ചാണ് ഞാൻ മീൻ പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് നേരെ ഈ മീനിൻ്റെ മറ്റ് വിശേഷങ്ങളിലോട്ട് പോകാം. ഇനിയുള്ള വിശേഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ മീനിനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി പൊരിക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും ഇനി നമുക്കിതിനെ വളർത്താനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബാക്കി വിശേഷങ്ങളോട് പോയിട്ട് വരാം. ഫ്രണ്ട്സ്, നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു ആമയെ കിട്ടിയായിരുന്നു, ഒരു ആമക്കുഞ്ഞിനെ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ ഗായ്സ്, ഇതാണ് നമ്മുടെ ആമക്കുട്ടൻ എന്ന് പറയുന്നത്. കണ്ടോ, അവൻ നൈസ തലയിട്ട് നോക്കിയാണ് ആരടാ എൻ്റെ വീഡിയോ എടുക്കുന്നതെന്നല്ലേ. കണ്ടോ ഗായ്സ്, കണ്ടോ, അടിപൊളിയല്ലേ ഇവനെ കാണാൻ വേണ്ടി. നമുക്ക് ചൂണ്ട കിട്ടിയതാണ്, രക്ഷപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവനെ നമുക്ക് കാണിച്ചല്ലേ നിങ്ങൾക്ക് ഓടിപ്പോണതൊക്കെ. എടാ ഓർറാ. കണ്ടോ ഗൈസ്, എന്നെ നാണം കെടുത്താൻ വേണ്ടി കാണിക്കുന്ന വേലത്തനങ്ങൾ. എടാ ഓർറാ, ഒളിഞ്ഞു നോക്കാതെ പോടാ. ഞാൻ ഓടത്തില്ലടാ എന്നാണ് അതും പറയുന്നത്. കണ്ടോ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയ ആമയെന്ന് പറയുന്നത്. എന്തായാലും അവൻ ഓടി വരുന്നുണ്ട്. ബാ, ഓടിയോ. നിന്നെ കൂടെ കാണിച്ചു കൊടുക്കട്ടെ വീഡിയോയിൽ. ഓരോ പോസ് ചെയ്ത് നിൽക്കണുണ്ട് ഗൈസ്. കൊള്ളാം, നിന്നെ കാണാൻ കൊള്ളാടേ, കൊള്ളാം ഗൈസ്. നിങ്ങൾക്ക് ഇതേപോലെ ആമളെ കിട്ടുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. കണ്ടോ, ഒട്ടും കുഴപ്പമില്ലാത്ത ആമ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയ ആമയെന്ന് പറയുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ തൊട്ടടുത്തുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും. നമ്മൾ അവനെ എന്തായാലും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മളെ മീൻ നമ്മളവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോയിട്ട് വരാം.
ഫ്രണ്ട്സ് നമ്മളെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.